ഹെയ്തിയിലെയും സിറിയയിലെയും ലക്ഷക്കണക്കിന് കുടിയേറ്റക്കാർക്ക് ലഭിച്ചിരുന്ന താൽക്കാലിക നാടുകടത്തൽ പരിരക്ഷ അവസാനിപ്പിക്കുവാൻ ട്രംപ് ഭരണകൂടത്തിന് അനുമതി നൽകി അമേരിക്കൻ സുപ്രീം കോടതി. ഇതോടെ 3.5 ലക്ഷത്തിലധികം ഹെയ്തി സ്വദേശികളും 6000-ലധികം സിറിയൻ പൗരന്മാരും നാടുകടത്തൽ നടപടികൾ നേരിടേണ്ട സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. 6-3 എന്ന ഭൂരിപക്ഷ വിധിയിലാണ് സുപ്രീം കോടതി ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടിനെ അനുകൂലിച്ചത്. യുദ്ധവും പ്രകൃതി ദുരന്തവും ആഭ്യന്തര അസ്ഥിരതയും നേരിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് നൽകുന്ന ടെമ്പററി പ്രൊട്ടക്ടർ സ്റ്റാറ്റസ് അവസാനിപ്പിക്കാനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ തീരുമാനത്തിൽ കോടതികൾക്ക് ഇടപെടാനാവില്ലെന്നാണ് കോടതി വ്യക്തമാക്കിയത്. ഇതോടെ താഴ്ന്ന കോടതികൾ നേരത്തെ ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നീങ്ങിയിരിക്കുകയാണ്. ഹെയ്തിയിലും സിറിയയിലും ഇപ്പോഴും ഗുരുതരമായ സുരക്ഷാ മാനുഷിക പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഈ തീരുമാനം ആയിരക്കണക്കിന് കുടുംബങ്ങളെ അനിശ്ചിതത്തിലാക്കുമെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത്. കുടിയേറ്റ സംരക്ഷണം താൽക്കാലിക സംവിധാനം മാത്രമാണെന്നും അത് സ്ഥിര താമസത്തിനുള്ള മാർഗമാകരുതെന്നുമാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വാദം. ട്രംപ് ഭരണകൂടത്തിന്റെ കർശന കുടിയേറ്റ നയങ്ങൾക്ക് പിന്തുണ നൽകുന്ന സുപ്രീം കോടതിയുടെ ഏറ്റവും പുതിയ സുപ്രധാന വിധിയായാണ് ഇതിനെ വിലയിരുത്തുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസ്തുത ആനുകൂല്യം ലഭിച്ച കുടിയേറ്റക്കാരെയും ഈ വിധി ഭാവിയിൽ ബാധിക്കാനിടയുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം വിധിക്കെതിരെ കുടിയേറ്റ അവകാശ സംഘടനകൾ തുടർ നിയമ പോരാട്ടവും രാഷ്ട്രീയ സമ്മർദ്ദവും ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.